ഏറ്റവും വിശ്വസ്തരാണെന്ന് നിനക്ക് തോന്നുന്ന ആളുകളോട് പോലും. അച്ഛൻ ആരെ ഉദ്ദേശിക്കുന്നത്? തുറന്നു പറയാം, നമ്മുടെ പുതിയ മാനേജർ ബെഞ്ചമിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇതിനകത്തേക്കൊന്ന് കയറി നോക്കട്ടെ. യോ, ബുദ്ധിമുട്ടാണെങ്കിൽ നീ പോലീസിനെ വിളിച്ചോ. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ചെയ്താ ഞങ്ങൾ പോയി കിടന്ന കേസറിയാലോ, മയക്കുമരുന്ന് കേസ്. ഈ വീടിന്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിൽ നിന്നോ അത് കുറച്ച് പിടിച്ച ആളുകള് കൈകൂപ്പി തൊഴുന്ന ദേവനാരായണൻ തിരുമേനിയും അകത്തു പോയി കിടക്കേണ്ടി വരും. ഒന്നും അറിയാത്ത കാര്യത്തിന് ഞങ്ങൾ പോയി കിടന്നതുപോലെ. നീ ഇങ്ങോട്ട് വാടി മോളെ. ഓ, ദേവേട്ടാ, കുടുംബം കുളം തൊണ്ടാനുള്ള ഉദ്ദേശത്തിലാ വന്നിരിക്കുന്നത്. എന്തിനാ ദൈവമേ ഇവരെ പുറത്തിറക്കിയത്? ആ ജയിലിൽ തന്നെ കിടന്നാ മതിയായിരുന്നു, മനസ്സൊന്ന് തിരുത്തുന്നവരെ. ആ കയ്യിലുള്ള ചെക്കിന് സത്യമാണോ അതോ അതിനെ എവിടെന്നെങ്കിലും കൊള്ളയടിച്ചതാണോ? രാധിക മോള. ആ മോളെ. മുത്തശ്ശിയും പ്രിയങ്കയും തിരിച്ചെത്തി അച്ഛാ. അത് മോളെങ്ങനെ അറിഞ്ഞു? ആ, അറിഞ്ഞു. തിരിച്ചു വന്നു മോളെ. കോടീശ്വരികളായെന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടൊക്കെയാ വന്നത്. കയ്യിലൊരു ചെക്കും ഉണ്ട്. ആ ചെക്ക് അമ്മ കൊടുത്തതാ അച്ഛാ. എന്താ മോളെ? വരുണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പ്രിയങ്ക ആവശ്യപ്പെട്ടത് 25 കോടി രൂപയാ. അത് കൊടുത്തു. വരുണുമായിട്ടുള്ള വിവാഹബന്ധം അവൾ ഒഴിയുകയും ചെയ്തു. മോളെ, എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നത്? വരുൺ നിന്നെ താലി കെട്ടിയതും ഒന്നിച്ച് ജീവിക്കാന്നുള്ളതൊക്കെ സത്യമല്ലേ? അതിന്റെ കൂലിയായിട്ട് 25 കോടി രൂപ കൊടുക്കാന്നൊക്കെ പറഞ്ഞ എല്ലാവരും കൂടി തീരുമാനിച്ചതാ അച്ഛാ. മോളെ, അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി അച്ഛാ. അമ്മേ, അമ്മേ. എന്താടാ? അമ്മയുടെ കയ്യിലിരിക്കുന്ന പണം ശ്യാമ മാഡം തന്നതല്ലേ? ആ, അതെ. പക്ഷേ ഞങ്ങളിത് അവരോട് ചോദിച്ചതൊന്നുമല്ല. ശരിക്കും ഞങ്ങൾക്ക് പണം തരേണ്ടിയിരുന്നത് കണിമംഗലത്തു നിന്ന വരുണിന്റെ കയ്യിൽ നിന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, പണവും കാത്ത് ഞങ്ങൾ ഇരിക്കുമ്പോ കണിമംഗലം പൊളിഞ്ഞ് പാളീസായിന്ന വാർത്തയാ വന്നത്. അപ്പോഴാ അവളുടെ അമ്മയുടെ എഴുന്നള്ളത്ത്. എന്തിന്റെ വിലയാ അമ്മയുടെ കയ്യിലിരിക്കുന്നത്? അമ്മയ്ക്ക് എന്നാ അമ്മേ ഇത്രയും പൈശാചികമായ ബുദ്ധി വന്നത്? പണത്തിന് സ്ഥാനങ്ങളോടുള്ള ആർത്തി ഈ പ്രായത്തിൽ എന്തിനാ? എടാ, എനിക്ക് വേണ്ടിയല്ല, ഈ നിൽക്കുന്ന ഇവക്ക് വേണ്ടിയാ. ഇവള് കോടീശ്വരിയാവാനും മറ്റുള്ളവരെ അതിശയിപ്പിച്ച് ജീവിക്കാനും വേണ്ടിയാ സുകുമാരി കിടന്ന് കഷ്ടപ്പെടുന്നേ. ഇതിന്റെ പേര് കഷ്ടപ്പാടെന്നല്ല അമ്മേ, പിടിച്ചു പറയുന്ന. ഈ ലോകത്ത് ചേച്ചിക്ക് ഏറ്റവും വിലപിടിച്ചത് വരുണല്ലേ? ആ വരുണിന് ഞാൻ വിട്ടുകൊടുക്കുമ്പോ 25 കോടിയെങ്കിലും എനിക്ക് കിട്ടണ്ടേ? ഞങ്ങൾക്ക് വേണ്ട വില ഞങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു. ഇനി ഞങ്ങൾ ജീവിച്ച് കാണിച്ചു തരാം. ചതിക്കാൻ മാത്രം അറിയാവുന്ന നിങ്ങൾ ഈ വീട്ടിലുണ്ടായ ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റില്ല. ഒന്ന് ഇറങ്ങി പോവാമോ? ഭീഷണിയുടെ പേരിൽ ഞങ്ങൾ ഇറങ്ങില്ല. പക്ഷേ ഇറങ്ങാനുള്ള ഒരു ആലോചനയിലാ ഞങ്ങള്. ഈ 100 ആണ്ട് പഴക്കമുള്ള വീട്ടിൽ നിന്ന് റിച്ചായ ഒരു ഫ്ലാറ്റോ മറ്റോ വാങ്ങി അങ്ങോട്ട് മാറിയാലോ എന്നൊരു ആലോചനയുണ്ട്. അത് ശരിയാവുമ്പോ വിവരം അറിയിക്കാം, അല്ലേ മുത്തശ്ശി? ആ, പിന്നല്ലാതെ. നമുക്കൊരു വലിയ വീട് വേണോടി മോളെ. ഉമ്മറത്തെ ഒരു 5-6 കാർ ഇങ്ങനെ നിരന്ന് കിടക്കണം. വീട് നിറയെ ജോലിക്കാരും വേണം. എന്നിട്ട് അവരെയൊക്കെ ഭരിച്ചുകൊണ്ട് എനിക്കും നിനക്കും ഒന്ന് സുഖിക്കണം. അത് കണ്ട് ചില ദരിദ്രവാസികളുടെ കണ്ണും തള്ളണം.
ഹ്, നീ ഇങ്ങോട്ട് പോരടി മോളെ. ആ, വാ. എങ്ങനെ സാധിക്കുന്നു ദേവേട്ട ഇവരെ കൊണ്ട്? നന്മ മനസ്സിൽ പൂർണ്ണമായി വറ്റിപ്പോയിരിക്കുന്നു. ഇനി അവർക്ക് അതിനെക്കുറിച്ച് കുറ്റബോധമൊന്നും ഉണ്ടാവില്ല. വലിയൊരു തിരിച്ചടി കിട്ടുന്നതുവരെ. എന്താ അച്ഛാ വിളിച്ചത്? ആ, നീ ഇരിക്കേ. പ്രിയങ്കയുടെ കാര്യത്തില് നമുക്കൊരു വീഴ്ച വന്നെങ്കിലും ശ്യാമ ഭംഗിയായിട്ട് അത് പരിഹരിച്ചു. ഉം. അക്കാര്യത്തെക്കുറിച്ചിന് ടെൻഷനൊന്നും വേണ്ടല്ലോ. പക്ഷേ കണിമംഗലം ഗ്രൂപ്പിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരല്പം ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഒരു ആവശ്യത്തിന് 25 കോടി രൂപ സംഘടിപ്പിക്കുക എന്നുള്ളത് കണിമംഗലത്തിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. പക്ഷേ ഇന്ന് നമ്മൾ അക്കാര്യത്തിൽ തോറ്റുപോയി. അതിന്റെ കാരണങ്ങളൊന്ന് ചികഞ്ഞെടുക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി. ഓഫീസ് കാര്യങ്ങളിൽ ചില താളപ്പിഴകളുണ്ടെന്ന് എനിക്കും ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. ആ താളപ്പിഴകൾ എവിടം വരെ എത്തിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ കണക്കുകൂട്ടിയെടുക്കാൻ പ്രയാസമാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചേ പറ്റൂ. അച്ഛൻ പറഞ്ഞു. അല്ല, എന്തു തന്നെയായാലും കണിമംഗലം ഗ്രൂപ്പിന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും പലരുടെയും കാര്യത്തിൽ. ആദ്യമേ ഞാനൊരു കാര്യം പറയാം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതും കണിമംഗലം ഗ്രൂപ്പിന്റെ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുന്നതും വേറൊരാളോടും തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യണ്ട. ഓ, ഏറ്റവും വിശ്വസ്തരാണെന്ന് നിനക്ക് തോന്നുന്ന ആളുകളോട് പോലും. അച്ഛൻ ആരെയാ ഉദ്ദേശിക്കുന്നത്? തുറന്നു പറയാം, നമ്മുടെ പുതിയ മാനേജർ ബെഞ്ചമിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അയാൾ വിശ്വസ്തനായ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛാ, അയാൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ... വരുൺ, ഞാൻ സംസാരിക്കുന്നത് അനുഭവ പാരമ്പര്യത്തിലാണ്. അതിനോട് തർക്കിക്കാൻ ശ്രമിക്കരുത്. അബദ്ധങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനാ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാനാവില്ല. നിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ നിന്റെ മനസ്സിൽ നന്മയേ ഉള്ളൂ. ഒരാളെ പെട്ടെന്ന് വിശ്വസിക്കും. അയാൾ ഒരു ചതി ചെയ്താൽ അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും.